ഉണ്ണിമുകുന്ദ പുതിയ പടം ഇറങ്ങാൻ പോകുന്നത് മാർക്കോ, മലയാളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വയലൻസ് ഉള്ള സിനിമയാണ്. അപ്പോൾ ഇതൊന്നും എൻഡോസൾഫാൻ പോലെ വിഷമല്ലേ? ഈ സീരിയലിൽ കാണിക്കുന്ന അമ്മായിപ്പോരാണോ ലോകത്തിലെ ഏറ്റവും വലിയ വിഷം? ഈ കുത്തിക്കൊല്ലുന്നതും കില്ലെന്ന് പറഞ്ഞൊരു പടമുണ്ട്, കൊന്ന് കത്ത ഇറക്കുന്നു. ഇത് കാണുന്നത് 18+ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നെങ്കിലും ഈ 18 താഴെയുള്ള കുട്ടികളാണ് ഇതൊക്കെ കാണുന്നത്, അല്ലേ? ഈ പറയുന്ന ഗെയിം BGMI അങ്ങനത്തെ എല്ലാം കൊല്ലും കൊലയല്ലേ? ഈ പറയുന്ന യൂട്യൂബിലായാലും ഈ യൂട്യൂബേഴ്സ് പലരും തെറി പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബ് അവതരിപ്പിക്കുന്നത്. ഇതിനു വേണ്ടി ഈ സീരിയലിൻ്റെ വാർത്ത പറയുന്ന, ഇതിനെപ്പറ്റി കുറ്റം പറയുന്ന ഈ യൂട്യൂബിലുള്ള ആൾ തെറി പറഞ്ഞുകൊണ്ടാണ് ഇയാളുടെ ഇത് പറയുന്നത്. ഇയാൾക്ക് കുറേ ഫാൻസ്. ഇപ്പോൾ തൊപ്പി എനിക്ക് ഇഷ്ടക്കുറവൊന്നുണ്ടായില്ല, പറയുന്നതിൽ കുറേ തെറികളുണ്ട്. അല്ലെങ്കിൽ വേറെ സായി പോപ്പി ഞാൻ കാണാറുണ്ട്, ഗെയിം രസമാണ്. അത് ചെറിയ കുട്ടികൾ കാണുമ്പം അതൊന്നും ആരെയും ബാധിക്കില്ല, അല്ലേ? നമുക്ക് പ്രായമായ അമ്മമാരും അമ്മൂമ്മമാരും വഴി തെറ്റുന്നതാണ് ഇവർക്കൊക്കെ പ്രശ്നം. സീരിയൽ കണ്ടിട്ട് ഇതാണോ പ്രശ്നം? ഇതാണോ എൻഡോസൾഫാൻ? അല്ലല്ലോ, ഇതൊക്കെയല്ലേ എൻഡോസൾഫാൻ. അപ്പോൾ ഈ സിനിമ കാണുന്നൊരു പ്രശ്നമൊന്നുമില്ല. ദൃശ്യം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ആൾക്കാർ പിന്നെ അതേ മോഡലിൽ കൊലപാതകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്തുകൊണ്ട് ദൃശ്യം എൻഡോസൾഫാൻ അല്ല എന്ന് പറയുന്നില്ല? അപ്പോൾ അത് തെറ്റല്ല. പിന്നെ എന്ത് സീരിയൽ എന്ത് എൻഡോസൾഫാൻ വന്നു? സീരിയൽ കാണിക്കുന്നത് അമ്മായിമ്മ പോരാണോ ഈ എൻഡോസൾഫാൻ? മറ്റൊരു സുഹൃത്ത് ഒപ്പമുണ്ടായിരുന്ന ആൾ ഷിയാസ് കരീമാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ എടുത്ത് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തെ പറ്റി കേരളത്തിൽ തന്നെയാണ് പെരുമ്പാവൂർ ഷിയാസ്. നിങ്ങളുടെ ഒരു ബഹിരാകാശ ആവുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ടോ? ഷിയാസ് ഭയങ്കര ഭയങ്കര രസമുള്ളതാണ് ചങ്ങായിയാണ്. എന്താണോ പറഞ്ഞു അവള് നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇങ്ങനെയൊക്കെ ഭയങ്കര രസമുള്ളൊരു ചങ്ങായിയാണ്. എനിക്ക് അവനെടുക്കുന്നു ഒരു അതൊക്കെ ഓരോന്ന് വരുന്നത് ഇതല്ലേ ഈ പറഞ്ഞ പോലെ വാർത്തകളല്ലേ. എയറിൽ പോകാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിൻചേട്ടൻ എയറിൽ പോകുന്നുണ്ട്. ബിൻചേട്ടൻ എയറിൽ ഇറങ്ങിയിട്ട് സമയമില്ല പാവം. ഷിയാസിന്റെ വിഷമഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിലെ സത്യസന്ധത. ഇല്ല, ഞാൻ ആ ഒരു വിഷയത്തിൽ ഞാൻ വലിയ ചർച്ചയും കാര്യങ്ങളൊന്നും അവനായിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ടെന്നുള്ളൂ, എന്നാലും എനിക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ല സത്യം പറഞ്ഞു. എന്തൊക്കെയൊക്കെയോ ഒരു വിഷയങ്ങളിൽ അവൻ എയറിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ സ്റ്റാർ മാജിക്കിൽ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ഉള്ള ഒരു നിഷ്കളങ്കത എന്ന് നമുക്ക് തോന്നുന്ന കാര്യമുണ്ടല്ലോ, അത് സത്യമായിട്ട് തന്നെയാണോ ഫീൽ ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്, ഒരു ഇന്നസെൻ്റ് ആണ്. ഇന്നസെൻ്റ് എന്ന് പറയുന്നില്ല, അവനൊന്നിനും ഒരു കൂസലില്ലായ്മയുള്ള ഒരു പ്രകൃതമുണ്ട്. അതൊക്കെ എന്താണ്, അതൊക്കെ ഒന്ന് കുറേ ബുദ്ധിമുട്ടിൽ നിന്നും ഒക്കെ കയറി വന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പെട്ടെന്നൊക്കെ വരുമ്പം ഇതൊക്കെ ഈ ലോകത്താരും ചെയ്യാത്തവരൊന്നുമല്ല. വലിയ പുണ്യാളന്മാർ നന്മവരങ്ങളൊന്നും ഇവിടെ ആരുമില്ല. ഈ ഞാനടക്കം വലിയ നന്മവരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും വലിയ തെറ്റായിട്ടോ കുറ്റായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒരാൾ ഇപ്പോൾ എനിക്ക് എന്താ അവൻ്റെ വിഷയങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് റിലേറ്റഡ് ആണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു ആണും ഒരു പെണ്ണും റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സെക്ഷലായിട്ട് പിന്നെ ബന്ധപ്പെട്ടു, അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടാണെങ്കിൽ ഇത് ബാക്കിയുള്ളവർക്ക് എന്താ ചൊറിച്ചലാണ്? കിട്ടാത്തതിൻ്റെ ചൊറിച്ചലാണ്, അല്ലേ? റേപ്പ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, അത് വേറെ കാര്യം. രണ്ടുപേരും സമ്മതത്തോടു കൂടി ചെയ്യുന്നു. ചിലപ്പം ഈ പറഞ്ഞ പോലെ നേരത്തെ എന്തൊക്കെ വേർഡ് പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ ഇവൻ കിട്ടാത്തപ്പം പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരാം ആൾക്കാർ. അങ്ങനെ അല്ല, അതാണോ സംഭവം? അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അതാണ് അത്. എപ്പോഴും ഈ നിയമം എന്ന് പറയുന്നത് എപ്പോഴും പെണ്ണുകുട്ടിക്ക് അനുകൂലമാണ്. എപ്പോഴും ഒരിക്കലും ഒരു ആണിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെയും ഇതുവരെ സ്ത്രീധന പീഡന കേസിൽ അകത്താക്കിയിട്ടില്ല. ആണുങ്ങളെ മാത്രമേ സ്ത്രീധന പീഡന കേസിൽ അകത്താക്കാറുള്ളൂ. ഈ ബിനു അടിമാലിയും അദ്ദേഹത്തിന്റെ തമാശയില്ലായ്മയും ഒക്കെ പറ്റിയിട്ട് അദ്ദേഹത്തിന് ആര് പറഞ്ഞു തമാശയില്ലായ്മ? ബിനു അടിമാലിയോ? ബിനു അടിമാലിയുടെ തമാശയിൽ തമാശയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൂക്കി വിളിച്ചിട്ടൊക്കെ ആളുകൾ അപമാനിക്കുന്നുണ്ടല്ലോ. ഒരു മോബറ്റാക്ക്. എല്ലാവരുടെയും കോമഡി ഇഷ്ടപ്പെടുന്നില്ല. നോബിച്ചേട്ടൻ്റെ കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ബിനുച്ചേട്ടൻ്റെ ശൈലിയും ആ അടിമാലി ശൈലിയിലുള്ള കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. തിരുവനന്തപുരം സ്ലാഗിലുള്ള കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ആ കോമഡി എൻ്റെ അച്ഛന് തിരുവനന്തപുരം സ്ലാഗ്, ഇപ്പോൾ സുരാജ് വിചാർബുവിൻ്റെ കോമഡികളൊന്നും എൻ്റെ അച്ഛന് വലിയ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അച്ഛന് ആ ഒരു തിരുവനന്തപുരം സ്ലാഗ് എന്തോ അച്ഛന് അത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അച്ഛൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ബിനുച്ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കക്ഷിയാട്ടോ. തമാശ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. പുള്ളിയുടെ കോമഡി എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ഒന്നിച്ച് കുറേ സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തകർപ്പൻ കോമഡിയിൽ തന്നെ
ഇഷ്ടംപോലെ മനോരമയിൽ തർക്കം കൊടുത്തിട്ടുണ്ട്, ഇഷ്ടംപോലെ സ്കിറ്റ് മില്യൺ വ്യൂസിലുള്ള എല്ലാ സ്കിറ്റും നമ്മൾ ഒന്നിച്ച് തന്നെ ഉണ്ട്. ഓരോരോ കുഞ്ഞു കുഞ്ഞു ഇതിൽ ഇവരൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കും. എനിക്കവിടെ വെറുതെ സോഫയിലിരുന്ന് കൈയ്യട്ടിയാൽ മതി, പക്ഷേ ഞാൻ അവിടെ പോയിരിക്കും. പക്ഷേ അതെന്തെങ്കിലും വരുമ്പോൾ പറയും ജിഷ്ണേ ഈ ക്യാരക്ടർ നീ ചെയ്യുമോ? പിന്നെന്താ. അപ്പോൾ ഇവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറേ കഥകൾ കിട്ടും. ഇപ്പോൾ പോലീസ് സ്റ്റേഷനാണെങ്കിൽ അളിയാ ഞാൻ അന്ന് മറ്റേ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതും കൂടി കയറ്റ് ഇല്ലേ. ഇവരങ്ങനെ ആ പ്ലാനിങ് ആണ്. സ്പോട്ടിൽ വരുന്നത് ഇടും. ബിനുചേട്ടനൊക്കെ അതിൻ്റെ ആശാനാണ്. സ്പോട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്തല്ലാത്തത് അവിടെ നിന്ന് പറഞ്ഞാളേ. നമ്മൾ ബിഹൈൻഡ് ക്യാമറ കട്ട് ചെയ്ത് കളഞ്ഞത് കുറേ ഉണ്ട് ചിരിക്കാൻ. എന്ന് വെച്ചാൽ നമ്മളറിയാണ്ട് ചിരിച്ചു പോകും, കൂടെയുള്ളവർ ചിരിച്ചു പോകും. അങ്ങനെ പറയുന്ന ഒരാളാണ്. പിന്നെ ഉള്ളത് പുള്ളിയുടെ ആ ഒരു കേസില്ലേ, അതിപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഞാൻ ഒരാളെ ഒരുത്തൻ എൻ്റെ അടുക്ക് തെണ്ടിത്തരം കാണിച്ചു, അവനെ ഞാൻ തല്ലി. അത് തല്ലിയതെന്ന് പറഞ്ഞാൽ മതി അല്ലേ? അതെ. അവൻ എൻ്റെ അടുക്ക് തെണ്ടിത്തരം കാണിച്ചോണ്ടാണ് ഞാൻ തല്ലിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വെക്കാരും 100 പേരുണ്ടാവും. അതല്ല എന്ന് അതെന്തോ പറ്റിയൊരു ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നിയതായിരിക്കും. അങ്ങനെ പറ്റിയത് കൊണ്ട് പുള്ളിക്ക് പറ്റിയത് ബുദ്ധിമുട്ട്. അല്ലാണ്ട് ആളൊരു ഇപ്പോൾ ഞാൻ പറയട്ടെ, രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും ഒരു കോടയാണ്. രണ്ടുപേരും തമ്മിൽ ഇദ്ദേഹം സുമേഷ് തമ്പിയോ അവർ ഫ്രണ്ട്സാണ്. അപ്പോൾ അങ്ങോട്ട് തെറി റൂമിലിരുന്നിട്ട് അവിടെ നീ ഇവനിങ്ങനെ പുതച്ചോണ്ടിങ്ങനെ ഇരിക്കും. നീ അവിടെ ശ്രീനാരായണ ഗുരുവിനെ പോലെ ഇരിക്കാതെ ഇറങ്ങി വാടാ ഇങ്ങോട്ട് എന്ന് അതിൽ ഈ ചീത്ത പറയുമ്പോൾ വരെ കോമഡി പറയുന്ന ആളാണ് ഈ ബിനുചേട്ടനെ. അപ്പോൾ ആൾ പാവാന്നേ, വെറുതെ കൊണ്ടുപോയി എയറിലാക്കിയിട്ട് എല്ലാവരും ഇവർ ഇങ്ങനെ തെറ്റൊന്നും പറ്റാത്ത ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഒരാൾ തല്ലാത്ത ആൾക്കാരുണ്ടോ? എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇതൊക്കെ വലിയ വലിയ കാര്യമാണോ ഇതൊക്കെ? അതൊക്കെ അതിൻ്റെ പാട്ടിന് വിടുക അവരുടെ തമാശകൾ ആസ്വദിക്കുക, ചിരിക്കുക എന്നല്ലാണ്ട് എന്തിനാണ് ഈ നെഗറ്റീവ് വശം പൊക്കിക്കൊണ്ട് വരുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ നമ്മൾ സന്തോഷമായിട്ട് അവരുടെ സന്തോഷം കണ്ടിട്ട് സന്തോഷിക്കുക എന്നല്ലാണ്ട് അതൊരു കുടുംബം തകർത്തിട്ടല്ലേ നീ അങ്ങനെ ആക്കി ഈ നെഗറ്റീവിലോട്ട് വരുന്നതിൻ്റെ ആവശ്യം എന്താണ്? അത്രേ ചോദിക്കാനുള്ളൂ. ചുമ്മാന്നേ വിൻചേട്ടനൊക്കെ പാവം പിടിച്ചാൽ. ഈ അന്ന് ഇപ്പോൾ ഏതോ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തംബ്നെയിൽ കണ്ടിട്ടേ വിൻചേട്ടൻ്റെ പോയത് അളിയ നീ എന്നെപ്പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ അളിയാ, നീ എന്താ അളിയാ, നീയൊക്കെ കൂടെ നിൽക്കേണ്ട ആളാണ് ഞാൻ അപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞു പിടിച്ചേട്ടാ ആദ്യം നിങ്ങളെ ഇൻ്റർവ്യൂ എടുത്ത് നോക്ക്, ഞാൻ നിങ്ങളെ പറ്റി ആ തംബ്നെയിൽ വായിച്ചിട്ട് നിങ്ങൾ പാവാന്നേ എന്തൊക്കെയോ ബുദ്ധിമുട്ട് ആ കുട്ടീൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കാണാത്ത ഈ ചിരിപ്പിക്കുന്നവരിൽ പലർക്കും കുറേ വിഷമങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള ആൾക്കാരാന്നേ. ആ കുട്ടിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാൽ പോരെ നമ്മൾ അവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് കാണാതെ ഒരു പോസിറ്റീവ് കണ്ടാൽ പോരെ. എന്നിട്ടും അവർ ചിരിപ്പിക്കുന്നില്ലേ നമ്മളെ.